അർജന്റീന ഒരു 86-90 കാലഘട്ടത്തിൽ അന്ന് ഇറ്റലി ലോകകപ്പിൽ അന്ന് അർജന്റീന 2ാം സ്ഥാനമാണല്ലോ. അന്ന് മറഡോണയുടെ കാലഘട്ടം 90 കാലഘട്ടത്തിൽ പിന്നെ അർജന്റീന ഒഴിവാക്കാൻ തയ്യാറല്ല. 66 ശേഷം ഇതുവരെ ബ്രിട്ടന് ഒരു ലോക കിരീടം നേടിയില്ല. അത് വിടവ് നികത്തം എന്ന് പറയുമ്പോൾ ഭാഗ്യദോഷമുള്ള ഒരു ടീമാണ്. കൂടോത്രമൊന്നും കളിയിലില്ല. കളിയിൽ അത് കഴിവുള്ള കളിക്കാർ ജയിക്കും. അത് ഓർക്കൊരു വിശ്വാസം ഒരു പറയാണ്. അർജന്റീന കളിക്കാർ അടി പുറത്തു പോകാൻ രക്ഷപ്പെടും. അത് കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ. ശക്തമായ ടീം വരുമ്പോൾ ബ്രസീലിന് കാര്യങ്ങൾ എളുപ്പമാവുക. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിൽ ഉയർത്താനേ അവർക്ക് മുന്നോട്ട് പങ്കുള്ളൂ. ടീമിൽ അകലാപ്പുണ്ട്. ടീമിൽ എന്താ ഒരു പ്രശ്നം മുമ്പ് ഫ്രാൻസിലൊക്കെ ഉണ്ടായിരുന്നു. മികച്ച പ്ലെയർക്കുള്ള ഗോൾഡൻ ബോൾ ആയിരിക്കും കിട്ടുന്നതായിരുന്നു. മെസ്സി ഫോമിലാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലായില്ല. അപ്പൊ മെസ്സിക്കാണ് അർഹത. നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ എന്താ അതിനകത്ത് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവുന്ന സംശയമുണ്ട്. നമസ്കാരം. റിപ്പോർട്ടർ സ്പോർട്സിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു വീട് കാണുമ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. സുബർക്ക, നമസ്കാരം. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. ഈ വീട് മൊത്തത്തിൽ ഒരു അർജന്റീന മയം. വീട് മാത്രമല്ല, നിങ്ങളെ തലയെക്കെട്ട് ഒരു അർജന്റീന ഇപ്പോ 2 റൗണ്ടിൽ കടന്നല്ലോ. ഒരു വീടുണ്ടാക്കിയെന്ന് അഹമ്മദ് പറഞ്ഞ ആളാണ്, സ്മാർട്ട് ട്രാവൽസിന്റെ വീടുള്ള. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് അർജന്റീന കപ്പ് അടിച്ചാൽ ഉണ്ടാക്കി തന്ന വീടാണ്. അർജന്റീന മോഡലിനാണ് ബോളും അതിന്റെ മയനാണ്. ഫ്ലാഗിന്റെ അല്ല, അങ്ങനെ തലയെക്കെട്ട് ഒരു അർജന്റീന. ഞാൻ അർജന്റീന ആളാണ്, അപ്പൊ തലകെട്ട് വേണല്ലോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ വേൾഡ് കപ്പിന്റെ കഥയിലേക്ക് വരാം. അതിന് മുമ്പ് കുറച്ച് ഇത് ചോദിക്കാനുള്ളത്, സുബൈർക്ക എന്താണ് സുബൈർക്കാന്റെ ജോലി, മറ്റു വിശേഷങ്ങൾ? ജോലി അങ്ങനൊന്നുമില്ല, കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് വില കുറവാണ്. അങ്ങനൊന്നുമില്ല. അതിന്റെ ഇടയിൽ UAE സൗദിയിലൊക്കെ പോയി വന്നതാണ്. അതിന്റെ ഇടയിൽ ഇത് കഴിഞ്ഞല്ലോ. എന്നാലും കുറച്ചൊക്കെ നേരം പോയി കിട്ടല്ലോ വൈകുന്നേരം. അതിന്റെ ഇടയിൽ എന്താ വേൾഡ് കപ്പ് വരുമ്പോ വേൾഡ് കപ്പിലേക്ക് പോകും, ശ്രദ്ധ പോന്നു. അങ്ങനെയാണ് പോവാണ്. ഈ സുബൈർഖാന്റെ വീഡിയോക്ക് താഴേക്ക് വരുന്ന സ്ഥിരം കമന്റുകള്, ഇദ്ദേഹം എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കുന്നത്, എങ്ങനെയാണ്? അതെന്താ പറയുക, അന്താരാഷ്ട്ര കാര്യം, അന്താരാഷ്ട്ര ഫുട്ബോൾ പറയുമ്പോൾ അതിൻ്റെതായ ഇതിൽ പറയണ്ടേ. കാരണം ലോക രാഷ്ട്രങ്ങളിലുള്ള കളിയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു കളിക്കാരെ പേരൊക്കെ പറയാൻ റിസ്ക് തന്നെയാണ്. എന്നാലും കൂടിയിട്ട് കുറച്ചൊക്കെ വായനശീലൊക്കെ വേണം. അങ്ങനെ നേടിയെടുത്തതാണ്. വായിക്കാറുണ്ട്, അല്ലാതെ കിട്ടൂല. ഇല്ല. എങ്ങനെയാണ് ഈ അർജന്റീന പ്രേമം എങ്ങനെയാണ് വരുന്നത്? അർജന്റീന ഒരു 86-90 കാലഘട്ടത്തിൽ അന്ന് ഇറ്റലി ലോകകപ്പിൽ അന്ന് അർജന്റീന 2ാം സ്ഥാനമാണല്ലോ. അന്ന് ജർമ്മനിയാണല്ലോ കപ്പുള്ളത്. അന്ന് മറഡോണയുടെ കാലഘട്ടം, കനീജിന്റെ കാലഘട്ടം. അന്നങ്ങനെ അർജന്റീന ആൾക്കാരായിട്ട് അർജന്റീന പിന്നെ ഒരു അതുപോലെ കളി കണ്ട് അങ്ങനെ ആയത് 90 കാലഘട്ടത്തിൽ. പിന്നെ അർജന്റീന ഒഴിവാക്കാൻ തയ്യാറല്ല. പറ്റൂല. അപ്പൊ മറഡോണ പോയപ്പോ മെസ്സി വന്ന്. അപ്പോ അർജന്റീനയോട്ടൊരു കളിയില്ല. ഈ ലോകകപ്പിൽ എന്തൊക്കെയാണ് അർജന്റീനയുടെ സാധ്യതകൾ? ഈ പ്രാവശ്യം അർജന്റീന സമ്മർദ്ദമില്ലാതെ തന്നെ അർജന്റീന കളിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന ലോക കിരീടം. അപ്പൊ സമ്മർദ്ദമില്ലാത്ത അർജന്റീന പ്രീ ക്വാർട്ടറിൽ തോറ്റാലും ക്വാർട്ടറിൽ തോറ്റാലും കുഴപ്പമില്ല. സമ്മർദ്ദമില്ലാത്ത കളിക്കോ. പിന്നെ അത് മാത്രമല്ല, അർജന്റീന കോച്ച് സ്കലോണി പറഞ്ഞ കോച്ച് തന്ത്രശാലിയായ കോച്ചാണ്. പിന്നെ ഗോളി എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞ ഗോളി കീപ്പർ ഉണ്ട്. ഇപ്പം മധ്യന് നിക്കോപാസ് എന്ന് പറഞ്ഞ കളിക്കാരൻ വന്നു. പക്ഷെ അവനും പൂർണ്ണമായിട്ട് കോച്ച് ഇറക്കിയില്ല. ഇപ്പൊ അർജന്റീന എന്ന് പറഞ്ഞ ഫക്കുണ്ടോ മെഡീന അറിഞ്ഞ ഡിഫൻസിൽ നല്ല ഡിഫൻസ് ആണ്. ഇപ്പോ മോശമല്ല. വീടിന്റെ അടുത്തുണ്ട്. അങ്ങോട്ട് പോകാൻ ക്ലബ്ബിൽ പോകും. ആളുമാണല്ലോ കളിയാണോ. അങ്ങനൊന്നുമില്ല. ഭക്ഷണം, ബിരിയാണിക്കും വീട് മാത്രമല്ല, വീടിനകത്തെ സാധനങ്ങളിൽ വരെ ഒരു അർജന്റീന തീം ഉണ്ട് എന്നുള്ളതാണ് ഞാനൊരു കൗതുകമായിട്ട് തോന്നിയത്. അവിടെ ഒരു ക്ലോക്ക് കാണാൻ കഴിയും. അതിൽ വരെ അർജന്റീന തീമും നമ്പർ 10 നമ്പർ ഒരു ഫുട്ബോളൊക്കെ കാണാൻ കഴിയും. ജിഗ്ര, അത് നിങ്ങളെ ക്ലബ്ബാണോ? പാലക്കാട് ക്ലബ്ബ്. അപ്പൊ അവിടെയുള്ള ടീമാണ് തന്നതാണ്. അതുപോലെ അകത്തൊരുപാട് സുബൈർക്കാക്ക് കിട്ടിയ ഉപഹാരങ്ങള്, മൊമെന്റോകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. സുബൈർക്ക, ഇതിലൊരു രസമുള്ള സാധനം കേരള സ്കലോണി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മളൊക്കെ തന്ത്രത്തിന്റെ ആൾക്കാരാണ് അല്ലേ? അതുപോലെ വേൾഡ് കപ്പ് കാണാൻ കഴിയും. ഒരുപാടുണ്ട്. ഏകദേശം എത്ര പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും? ഒരുപാട് പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. ഇത് മാത്രല്ല, അത് പിന്നെ പുറത്ത് വെക്കാൻ സ്ഥലമായിട്ട് പിന്നെ വേൾഡ് കപ്പ് മോഡല്. ഇപ്പൊ കോളേജിലും ഇവിടെ ഒക്കെ പോവാറുണ്ട്, എല്ലായിടത്തും പോവാറുണ്ട്. അതുപോലെ ഈ ഒരു ഫ്രിഡ്ജിലും ഉണ്ട് ഒരു കൗതുകം. അർജന്റീന ഫാൻസ് ഖത്തർ അവര് സമ്മാനിച്ചാണല്ലേ. മെസ്സി അർജന്റീനയിൽ മറ്റേ ലുസൈൽ സ്റ്റേഡിയത്തിൽ കപ്പ് ഉയർത്തി നിൽക്കുന്ന ആ ടീമൊക്കെ അതും ഉണ്ട്. 2018 റഷ്യൻ ലോകകപ്പ് മുതലാണ് നിങ്ങളുടെ പ്രവചനങ്ങളൊക്കെ ഭയങ്കരമായി വൈറലാകുന്നത്.
എങ്ങനെയാണ് ആ പ്രവചനമൊക്കെ തുടങ്ങിയത്? എങ്ങനെയാണ് അത്? പിന്നെ അർജന്റീന ഫ്രാൻസ് പ്രീ ക്വാർട്ടർ മത്സരം, അത് 4-2 അർജന്റീനക്ക് പരാജയപ്പെട്ടു ഫ്രാൻസിനോട്. അപ്പൊ ഞാനാണ് ഇരുന്ന സമയത്ത് അർജന്റീന പരാജയപ്പെട്ട ടെൻഷൻ ഉണ്ടായി. അപ്പൊ ഒരാള് വീഡിയോ എടുത്ത് നമ്മൾ വിട്ടുവെക്കുക പറഞ്ഞു, അർജന്റീന പുറത്തായല്ലോ പ്രീ ക്വാർട്ടർ ഫ്രാൻസിനോട്. അപ്പൊ അങ്ങനെ പറഞ്ഞ ആകെ ഒരു ദിവസം 2 ദിവസം 3-4 ലക്ഷം ജനമൊക്കെ കണ്ട വീഡിയോ. അതിൽ അങ്ങനെ തുടങ്ങിയാണ്. പിന്നെ എല്ലാവരും ചാനലുകളും വന്ന്. ഇപ്പൊ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോളർ ആരാ? അർജന്റീനയാണ് ടീം എന്നറിയാം. മറഡോണ, മെസ്സി ഉൾപ്പെടെ അത് മെസ്സി അർജന്റീന ആളല്ലേ. മെസ്സി ഉണ്ട്, പിന്നെ മറഡോണ ഉണ്ട്, പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ ഒക്കെ കളിക്കാരനാണ്. അപ്പൊ ഞാനിപ്പോ ഒരു അർജന്റീന ആളാകുമ്പോ മെസ്സിയാണ്, മറ്റൊരു മോശക്കാരല്ല. ഇപ്പൊ നിങ്ങള് ക്ലബില് ജിഗ്ര ക്ലബിൽ നിൽക്കുമ്പോ ഇതിന്റെ പേരില് തർക്കമൊക്കെ ഉണ്ടാവും? പറഞ്ഞൊക്കെ തർക്കമൊക്കെ ഉണ്ടാവും. അർജന്റീന തോറ്റ് സെമിയിലൊക്കെ പിടിച്ചാലൊക്കെ തർക്കം ഉണ്ടാവും. പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അർജന്റീനക്ക് നിലവിലെ ചാമ്പ്യന്മാർക്ക് പിന്നെ ഒരു കിരീടം നേടാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് 34-ലും 38-ലും ഇറ്റലി, 58-ലും 62-ലും ബ്രസീൽ. ഈ 2 രാഷ്ട്രമാണ് തുടർച്ചയായിട്ട് ലോക കിരീടം നേടിയത്. അതിനുശേഷം ഒരു പ്രാവശ്യം കിരീടം നേടാൻ അടുത്ത പ്രാവശ്യം വേറെ രാജ്യം വരല്. ഈ പ്രാവശ്യം അർജന്റീന നേടുകയാണെങ്കിൽ ആ റെക്കോർഡിലേക്ക് എത്തി, ബ്രസീലിന്റെയും ഇറ്റലിന്റെയും. ഒരു 19 കൊല്ലത്തിന് ശേഷം ഒരു നേട്ടത്തിലെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ലോകകപ്പിലേക്ക് തന്നെ വരാം. ഈ ലോകകപ്പിലേക്ക് പോകുമ്പോഴും ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ ഏറ്റവും നല്ല, ഏറ്റവും ടോപ്പ് കപ്പടിക്കാൻ ടോപ്പ് 4-5 രാഷ്ട്രം ശക്തരാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോ പറയാൻ പറ്റുള്ളൂ. അർജന്റീന മോശക്കാരല്ല, അർജന്റീന സെറ്റായി പോയല്ലോ, സെറ്റായി. അതേമാതിരി 66-ലാണ് അവസാനമായി കിരീടം നേടുന്നത് ഇംഗ്ലണ്ട് ഭാഗ്യദോഷം ഉള്ള ടീമാണ്. അതേമാതിരി യോഹാൻ ക്രൈഫ് ഉള്ള കാലത്ത് 78-ൽ നെതർലാൻഡ്സിന് ഇതുവരെ കിരീടം നേടാൻ കഴിഞ്ഞു. യോഹാൻ ക്രൈഫ് ഉള്ള കാലം. അപ്പൊ നെതർലാൻഡ്സിനും ഒരു ഭാഗ്യക്കുറവുള്ള ഒരു രാജ്യമാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന ക്വാർട്ടറിൽ പോയല്ലോ. അപ്പൊ അങ്ങനെ 4-5 രാജ്യം ശക്തരാണ്. പിന്നെ ഈ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മത്സരം കോച്ചിന് ചെറിയ പാളിച്ച കുടിഞ്ഞു പോയാലോ. ലൂയിസ് ഡെലഫോണ്ടാറിന്റെ കോച്ചിക്ക് പാളിച്ച, ജമാലിനും വില്യംസിനും ഇറക്കില്ലല്ലോ. അങ്ങനെയാണ് പിന്നെ സമ്മിലെ തളച്ച കെമ്പർത്തെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്പെയിന് ഫോമിലേക്ക് എത്തുന്നുണ്ട്. 4-5 രാജ്യം ഇപ്പൊ ശക്തരാണ് എന്ന് പറയാം. 2 റൗണ്ട് കടന്നിട്ടല്ലേ ഉള്ളൂ. നിലവിലെ ചാമ്പ്യന്മാരെ കഥ പറയുന്നു. അർജന്റീനയുടെ ഒരു സാധ്യത ഇനി എങ്ങനെ കാണാൻ പോകുന്നത്? അർജന്റീന സാധ്യതയാണ്. അപ്പൊ സമ്പർക്കമില്ലാത്ത അർജന്റീന കളിക്കുന്നുണ്ട്. പക്ഷെ അർജന്റീനക്ക് യഥാർത്ഥ ടീമായി കളിച്ചില്ലല്ലോ. ആഫ്രിക്കയിൽ നിന്ന് പിന്നെ അൾജീരിയന്, പിന്നെ യൂറോപ്പിൽ നിന്ന് പിന്നെ ഓസ്ട്രിയ ആയിട്ട് നല്ല പോരാട്ടം കാഴ്ചവെച്ചാണ്. ഇനിയിപ്പോൾ ഉറുഗ്വേ ആണെങ്കിലും കൂടിയിട്ട് ലാറ്റിൻ അമേരിക്കൻ ടീമാണ് ഉറുഗ്വേ, ഭൂഖണ്ഡത്തിൽപ്പെട്ട രാജ്യമാണ്. എന്നാലും അർജന്റീന സാധ്യത എന്ന് പറഞ്ഞാൽ ലേണൽ സ്കലോണി എന്ന് പറയുന്ന കോച്ച് ഏത് സമയത്ത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യ അപ്രത്യക്ഷമായി പരാജയപ്പെടുത്ത ടീമെ എല്ലാ യൂറോപ്യൻ ടീമിനെയും നോക്കൌട്ട് മത്സരം അർജന്റീന. അപ്പൊ മറികടന്ന് വന്ന ടീമാണ് അർജന്റീന. മാത്രമല്ല ലേണൽ സ്കലോണി. പിന്നെ കുറഞ്ഞൊരു പ്രശ്നം, ഏഞ്ചൽ ഡി മരിയന്റെ ഒരു അഭാവം ടീമിനുണ്ടാവും. അതിനിപ്പോ നിക്കോപാസ് വന്നത് പറഞ്ഞ പൂർണ്ണമായി കളിപ്പിച്ചില്ല. പിന്നെ മാർട്ടിനസും ആൽവാരസും ഒക്കെ ഫോർവേഡ് ഉണ്ട്. ഇപ്പം ലേണൽ സ്കലോണിയും എമിലിയാനോ മാർട്ടിനസും മെസ്സിയും, ഈ 3 ആളെ ഒരു പ്രതീക്ഷ ഉണ്ട് അർജന്റീനക്ക്. നോക്കൌട്ടിലെത്തുമ്പോൾ സ്കലോണി മെസ്സിനെ മാർക്ക് ചെയ്യുന്ന ഉറപ്പാ. അപ്പം ജൂനിയർ ആൽവാരസും ലൗതാറോ മാർട്ടിനസും ഒക്കെ ഉണ്ടല്ലോ ഫോർവേഡിൽ. അപ്പം തിളങ്ങാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ലൗതാറോ മാർട്ടിനസ് കുറച്ച് ഫോമിലാണ്. അപ്പം മെസ്സിനെ ഇതുവരെ ആ സാഹചര്യം വന്നില്ല. അപ്പം മെസ്സിനെ മാർക്ക് ചെയ്യുമ്പോൾ വേറെ ഫോർവേഡ് തിളങ്ങും എന്നാണ് പ്രതീക്ഷയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പൊ തന്നെ ഇപ്പൊ ഇനി നോക്കൌട്ടിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ഷൂട്ടൌട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അവിടെ നമുക്കൊരു ധൈര്യം ഉള്ളത് എമിലിയാനോ മാർട്ടിനസ് ഗോൾ കീപ്പർ. കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പിൽ അർജന്റീന കരയേറ്റിയ ഗോൾ കീപ്പറാണ്, നെതർലാൻഡ്സിനൊക്കെ ടൈപ്പൊക്കെ. അപ്പൊ എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ ഫ്രാൻസിലും തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹം അവിടെ ഗോളി പല കാക്കാനുണ്ടാവുമ്പോ ധൈര്യമാണ്. പക്ഷെ അർജന്റീന കളിക്കാർ അടി പുറത്ത് പോകാൻ രക്ഷപ്പെടും. അത് കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ, അർജന്റീന കളിക്കാർ പുറത്ത് അടിക്കുന്നുള്ളത്. ചെറിയ സമ്മർദ്ദമുണ്ട് അല്ലേ? അപ്പൊ ഡിഫൻസും പിന്നെ ഫെക്കുണ്ടോ മെഡീന പുതിയ ആളാണ് പോകുന്നത്. അപ്പൊ പിന്നെ റൊമോറോ ഉണ്ട്, ടാക്ലിയാഫിക്കോ, അതുപോലെ മൊളീന, പിന്നെ ഓലൊക്കെ ഡിഫൻസ് ഉണ്ടല്ലോ. അതേമാതിരി മധ്യനിര ഡീപ്പോളൊക്കെ ഉണ്ടല്ലോ, നിലവിൽ പേടിക്കാനില്ല. പിന്നെ അവസാന നിമിഷത്തിൽ ഫുട്ബോളാണ്, എന്ത് സംഭവിക്കാം. ഒരു എക്സ്ട്രാ ടൈമിലേക്ക് പോകും, ടൈം ബേക്കറിൽ പോകും. അപ്പൊ ടൈം ബേക്കറിൽ വന്നാലും മാർട്ടിനസ് ഉണ്ട്, എക്സ്ട്രാ ടൈമിലേക്ക് പോകും. ഫുട്ബോളാണ്, എന്ത് സംഭവിക്കാം. ഇപ്പം അർജന്റീന ഫോമിലാണ്. അർജന്റീന പറയുമ്പോൾ തന്നെ നമ്മൾ അപ്പുറത്ത് പറയേണ്ട പേരാണ് ബ്രസീലിന്റെ. അപ്പൊ ബ്രസീല് ഫസ്റ്റത്തെ മത്സരത്തിൽ മൊറോക്കോക്കെതിരെ ഇച്ചിരി ഒരു ഡിഫൻസീവ് പ്രതിരോധത്തിലുള്ള ഒരു രീതിയിലാണ് കളിച്ചത്. പക്ഷെ അടുത്ത 2 കളിയിൽ അവർ ഗംഭീരമായിട്ട് കയറി വരുന്നു. വിനീഷ്യസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സ്ട്രൈക്കറാണ് വിനീഷ്യസ്. പിന്നെ ബ്രസീലിന് പോരായ്മ നെയ്മർ യഥാർത്ഥ കളിക്കാൻ കഴിയില്ല. നെയ്മർ ഇപ്പൊ 2 ഇതിൽ പോയി, മൂന്നാമത്തെ കളിയിൽ അവസാനമല്ല ഇറങ്ങി. അപ്പൊ നെയ്മറിന് യഥാർത്ഥ കളിക്കാൻ കഴിയാത്ത നോക്കൌട്ടിലേക്ക് എത്തുമ്പോൾ ബ്രസീലിന് ക്ഷീണം ചെയ്യും.
ഒരു പ്രധാനപ്പെട്ട മത്സരം ഗതി മാറ്റാൻ മിഡ്ഫീൽഡറിൽ നിന്ന് ഗതി മാറ്റാൻ കഴിവുള്ള കളിക്കാരനാണ് നെയ്മർ. പിന്നെ വിനീഷ്യസ് സ്ട്രൈക്കർ അല്ലേ. അപ്പൊ യഥാർത്ഥ കളി വരുമ്പോൾ ബ്രസീൽ നെയ്മർ ഇറങ്ങാൻ കഴിഞ്ഞാൽ ക്ഷീണം വരും. ബ്രസീൽ പണ്ടത്തെ ആ 2002 ബ്രസീലൊന്നും അല്ല. ഇപ്പൊ യഥാർത്ഥ ടീം വലിയ ശക്തമായ ടീം വരുമ്പോൾ ബ്രസീലിന് കാര്യങ്ങൾ എളുപ്പമാവില്ല. പിന്നെ കാർലോസ് ആഞ്ചലോട്ടി എന്ന് പറഞ്ഞ കോച്ച് വന്നാൽ ബ്രസീൽ ഒരുപാട് മാറ്റങ്ങൾ ബ്രസീൽ വരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ യോഗ്യത. പിന്നെ അപ്പം നെയ്മർ പിന്നെ നോക്കൌട്ടിൽ അറിഞ്ഞാൽ മാത്രം ബ്രസീലിന് മുന്നോട്ട് പോകാം. നെയ്മർ പക്ഷേ ലാസ്റ്റ് കളി 15 മിനിറ്റ് കളിച്ചിട്ടുണ്ടെങ്കിലും നല്ല ഗംഭീരമായ കുറച്ച് നീക്കങ്ങളൊക്കെ നടത്തി. അപ്പോൾ നെയ്മർ സെറ്റായി വരുന്നുണ്ട്. അത് സെറ്റായി വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇറങ്ങിയ ആളല്ലേ, സെറ്റായി വരണം. ഇപ്പൊ ഒരു സ്കോട്ട്ലൻഡ് ആയിട്ടാണല്ലേ കളിച്ചത്. അപ്പൊ 2ാം റൗണ്ടിൽ കിടക്കുമ്പോൾ ശക്തമായ ടീം ക്വാർട്ടറിൽ സെമിയിലൊക്കെ മുട്ടേണ്ടി വരും. അപ്പൊ നെയ്മർ എത്ര ഫോമിലേക്ക് ഉയരണം അത്ര ഗുണം ചെയ്യും ബ്രസീലിന്. ഇപ്പൊ മെസ്സിന്റെ ഗുണമാണ് അർജന്റീന കാണുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ 2ാമത്തെ കളിക്ക് ഫോമിലായിരുന്നു. അപ്പൊ അതേമാതിരി ഫോമിൽ എത്തിയാൽ ബ്രസീൽ കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അല്ലാഞ്ഞാൽ വിഷമിക്കേണ്ടി വരും നെയ്മർ ഫോമിലേക്ക് ഉയരാഞ്ഞാല്. മറ്റേ പക്കറ്റൊന്നും ആ ഒരു രീതിയിലേക്ക് കയറി വരുന്നില്ല. അതെ അതെ. പക്ഷെ എന്നാലും ഇയാളടുത്ത് അഞ്ചലോട്ടിന്റെ അടുത്ത് തന്ത്രങ്ങൾ അപ്പോ ബ്രസീലിന് ഇനിയിപ്പോ റൗണ്ട് 32 വരാനുള്ളത് ജപ്പാനാണ്. ജപ്പാനാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവില്ല. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിലെ ശക്തമായ ടീമാണ് ജപ്പാൻ. ജപ്പാനിൽ ഏത് യൂറോപ്യൻ ടീമിനും കീഴ്പ്പെടുത്തുന്ന ശക്തിയുള്ള ഇപ്പൊ സ്വീഡൻ യൂറോപ്യൻ രാജ്യമാണ്. അപ്പൊ സ്വീഡനെ ഒരു കീഴ്പ്പെടുത്തി. സ്വീഡൻ നല്ല ഫോമിലേനി. അപ്പം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പിന്നെ സ്പീഡാണ് അവരുടെ ഗെയിം. സാധ്യമായ സ്പീഡാണ്. പിന്നെ ഡിഫൻസിനും പോലും തെറ്റില്ല. അതുകൊണ്ട് ബ്രസീലിൽ കാര്യങ്ങൾ പരിഗണനാവും. നെയ്മർ വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പിന്നെ ബ്രസീലിന്റെ ഡിഫൻസ് ആടി വരാൻ ജപ്പാന് പറഞ്ഞ ചില്ലറക്കാരല്ല. പിന്നെ ഓലി നടത്തി ഏഷ്യയിൽ ശക്തരാ. അപ്പൊ ഒരു ടീം പിന്നെ ഒരിക്കൽ പ്രശ്നമല്ല. അതുകൊണ്ട് ബ്രസീൽ പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് കളി നീളാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷെ ബ്രസീൽ ഫോമിലേക്ക് ഉയർത്തുന്ന അടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കാം. ജപ്പാൻ ആവുമ്പോ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ബ്രസീൽ നല്ല അഭിപ്രായം. അതുപോലെ ഇപ്പൊ നമ്മള് മെസ്സിനും പറഞ്ഞ് നെയ്മറും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിൽ അങ്കലാപ്പുണ്ട്. ടീമിൽ എന്തോ ടീമിലൊരു പ്രശ്നം മുമ്പ് ഫ്രാൻസിലൊക്കെ ഉണ്ടായി. അപ്പൊ ടീം ശരിക്കും മര്യാദ ബോൾ കൊടുക്കില്ല നെയ്മറിന്. അപ്പൊ ഈ പോർച്ചുഗൽ രാഷ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ കണ്ടെത്തിയ കളിക്കാരനാണ് നെയ്മർ. ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇത് ലൂയിസ് ഫിഗോ എന്ന് പറഞ്ഞ കളിക്കാരുണ്ടായി പോർച്ചുഗലിൽ. അതിനേക്കാളും എത്രയോ മുന്നിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗൽ രാഷ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച കളിക്കാരനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇപ്പൊ നല്ല ഉസ്ബെക്കിസ്ഥാൻ ഏഷ്യയിൽ വലിയ ശക്തരല്ല. ഉസ്ബെക്കിസ്ഥാൻ ടീം ഏഷ്യയിൽ പ്രതിരോധം കുറച്ച് മോശം. അതെ വലിയ ശക്തരല്ല. അപ്പൊ ഓർക്കെതിരെ പിന്നെ നെയ്മർ 2 ഗോളൊക്കെ ഇട്ടാണ്. പിന്നെ പോർച്ചുഗൽ ഈ പ്രശ്നം ടീമിൽ അകലാപ്പുണ്ട്. ആ റോബർട്ടോ മാർട്ടിനസ് എന്ന് പറഞ്ഞ കോച്ചാണ്. അപ്പൊ ആ കോച്ച് മാറ്റം വരുത്തി ഇറങ്ങിയാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നെയ്മറിന്റെ കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിൽ ഉയർത്താനേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആദ്യത്തെ കളിയിൽ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലായിരുന്നു. കാരണം റൊണാൾഡോക്ക് ആദ്യത്തെ കളിയിൽ പാസ് വന്നിട്ടില്ല. രണ്ടാമത്തെ കിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ കിടക്കണ്ടില്ല. മറ്റേ ഓടി വന്ന് കിക്കെടുത്ത് ഗോളാക്കി. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു 10 മിനിറ്റ് ശ്രമിച്ചിട്ട് കിക്കിട്ടാ. അപ്പം ന്യൂനോ മെൻഡംസ് അല്ലേ, മെൻഡംസ് ആണ് ആ ഗോൾ എടുത്ത് ഗോളാക്കി. അപ്പോഴും ചെറിയ പ്രശ്നം അവിടെ കാണുന്നുണ്ട്. ഗോളായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം. പിന്നെ ബ്രൂണോ റൊണാൾഡോന്റെ 2ാമത്തെ ഗോളിൽ ബ്രൂണോ അസിസ്റ്റ് കൊടുത്തു. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം പോർച്ചുഗലിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ടീമിൽ ഐക്യം ഉണ്ടായി മുന്നോട്ട് പോയാൽ ബ്രസീലിന് ലോക ചാമ്പ്യൻ ആയത് വരെ കഴിഞ്ഞില്ല പോർച്ചുഗലിന് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക്. അപ്പൊ അതിനുള്ള കളിക്കാര് സപ്പോർട്ട് നൽകിയാൽ മാത്രമേ പോർച്ചുഗൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഓരോ കോച്ചിനെ കൊണ്ട് ഈ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല തോന്നുന്നുണ്ടോ? കാരണം ഒരു രാജ്യത്തിലെ കളിക്കാർ പല സ്റ്റേറ്റിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ പോർച്ചുഗൽ രാജ്യത്തിന് ഏത് രാജ്യത്തെ കളിക്കാർ ആ സ്റ്റേറ്റിന് വ്യത്യസ്തമായ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കളിക്കാരാണ്. വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. അപ്പൊ അതിനുള്ള മാറ്റം വരുത്തി മുന്നോട്ട് പോയ ടീമിന് തന്നു. അതുപോലെ തന്നെ നമ്മള് കിരീട സാധ്യതയിൽ മുന്നിലുള്ള ടീം തന്നെയാണ് ഫ്രാൻസ്. മുന്നേ കപ്പടിച്ച് കഴിഞ്ഞ ഫൈനലിൽ തോറ്റു. തവണ വീണ്ടും കപ്പടിക്കുമെന്നുള്ള വാശി തന്നെ വരുന്നത്. എങ്ങനെയാണ് ഫ്രാൻസിന്റെ ഒരു സാധ്യതകൾ കുറച്ച് കഴിഞ്ഞ മത്സരം വെച്ചോ? ഫ്രാൻസ് കഴിഞ്ഞ പ്രാവശ്യം നൂൽപ്പാലത്ത് നഷ്ടപ്പെട്ടതാണ് അർജന്റീനയോട്. അപ്പം ദസാംസ് എന്ന് പറഞ്ഞ കോച്ച് പിന്നെ ഇനിയിപ്പോ സിദാൻ വരുന്ന കേൾക്കുന്ന ഇപ്പൊ ദസാംസാണ്. പിന്നെ ലോകത്ത് മെസ്സിന്റെ താഴെ ഗോൾ ശരാശരി നിൽക്കുന്ന കളിക്കാനാണ് എംബാപ്പെ ഫോമിലാണ്. ഓരോ ഡിഫൻസ് സാലിബ ഉപമക്കാനൊക്കെ ഉണ്ട്. അവിടെ കമാബിങ്ക ഉസ്മാൻ ടംബലൊക്കെ ഉള്ള ടീം ശക്തമായ ടീം തന്നെയാണ് ഫ്രാൻസ്.
ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ടീമിൽ ഐക്യമില്ലാത്ത പ്രശ്നം ആദ്യത്തിലുണ്ടായി. ഇപ്പൊ അല്ല ഐക്യത്തിലാണ്. ഇപ്പൊ പിന്നെ ലോകകപ്പിൽ വിജയസാധ്യത കൽപ്പിക്കുന്ന ഒരു ടീമിൽ പ്രധാനപ്പെട്ട ടീമാണ് ഫ്രാൻസ്. അപ്പൊ ഇങ്ങനെ പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഫ്രാൻസും അർജന്റീന വീണ്ടും ഫൈനലിൽ വന്ന ഒരു ആവേശം ഉണ്ടായി. അങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങനെ വരും എന്ന് പറയല്ല. അപ്പൊ ഫ്രാൻസ് അപ്പൊ കടം വിട്ടോ? മത്സരം കാണാം. ഫ്രാൻസ് കടം വിട്ടാൻ ശ്രമിക്കൂ, പക്ഷെ അർജന്റീനക്ക് പിന്നെ ഇപ്പൊ അതെ അതെ. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരാണ് ലോകത്ത് ഏറ്റവും വലിയ ആവേശം ഉണ്ടായി. വരും പറയാൻ പറ്റൂല. ക്വാർട്ടറിന്റെ മത്സരം കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന ഒരു ആവേശം ഉണ്ടായി. ഫ്രാൻസും അർജന്റീന ഖത്തർ ലോകകപ്പിൽ മത്സരിച്ചാണ്. അപ്പൊ ഫ്രാൻസ് കിട്ടില്ല ടീമാ. അപ്പൊ എംബാപ്പി ഒലീസിയുള്ള കോമ്പിനേഷൻ തീർച്ചയായിട്ടും ഇപ്പൊ ടീമിൽ ഐക്യം കാണുന്നുണ്ട്. അതുകൊണ്ട് ഫ്രാൻസിനെ എഴുതി തള്ളാൻ പറ്റാത്ത ടീമാണ്. ഒപ്പം തന്നെ ഈ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുമ്പോഴേ ഇംഗ്ലണ്ട് ഭാഗ്യമില്ലാത്ത ടീമാണ്. 66ലാണ് അവസാനമായി ലോകം 60. തോമസ് ടുങ്കൽ എന്ന് പറഞ്ഞ തുഷൽ എന്ന് പറഞ്ഞ കോച്ച് എടുപ്പുള്ളത്. അപ്പം ഒരു ആരും കൈനൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ. അത് പിന്നെ ബെല്ലിംഗ്ഹാം ഉണ്ട്. പിന്നെ അതേ ഈ ബ്രിട്ടനുള്ള താറാറ് കഴിഞ്ഞ പ്രാവശ്യം യൂറോ കപ്പിൽ സ്പെയിനോട് ടൈം ബേക്കറിൽ പരാജയപ്പെട്ടു പോയ യൂറോ കപ്പിൽ. അപ്പൊ 66 ശേഷം ഇതുവരെ ബ്രിട്ടന് ഒരു ലോക കിരീടം നേടിയില്ല. അത് വിടവ് നികത്തം എന്ന് പറയുമ്പോൾ ഭാഗ്യദോഷമുള്ള ഒരു ടീമാണ്. തുടക്കത്തിൽ നന്നായിട്ട് ഇപ്പൊ ക്രൊയേഷ്യക്കെതിരെ നല്ല കളിയാണ് കളിച്ചത്. അവസാനം പോയില്ലേ, കെയ്നും ഗോൾ അടിച്ചു, ബെല്ലിംഗാമും ഗോൾ അടിച്ചു. പിന്നെ പ്രശ്നമായില്ലേ. അപ്പൊ അതാ പറഞ്ഞ. അപ്പൊ 4-5 രാജ്യം ഇപ്പൊ ശക്തരാണ്. സ്ഥിരതല്ല ടീമിനല്ലേ, സ്ഥിരതയില്ല. കുറെ കൊല്ലങ്ങളായിട്ട് കാണുന്നതാണ്. അതുപോലെ ഈ ഗാനം കളിക്കാര്, ഗാനയുടെ ആരാധകര് കൂടോത്രൊക്കെ അതൊന്നും നമ്മൾ വിശ്വസിക്കില്ല. കൂടോത്രമൊന്നും കളിയിലില്ല. കളിയിൽ അത് കഴിവുള്ള കളിക്കാർ ജയിക്കും. അത് ഓർക്കൊരു വിശ്വാസം പറയാണ്. കൂടോത്രത്തിനുള്ള ടീം ജയിക്കാൻ കഴിയൂല. അങ്ങനല്ല, അത് ആരെ കഴിവുള്ള കളിക്കാർ സ്റ്റേഡിയത്തിൽ അന്നത്തെ ദിവസത്തെ കളിയാണ്. കൂടോത്രത്തിൽ പ്രസക്തി ഞാൻ കാണില്ല, വിശ്വസിക്കില്ല. പ്ലേയേഴ്സ് ഡൗൺ ആയി പോകാനൊന്നുമില്ല. അപ്പോ ഇനിയിപ്പോ നെതർലാൻഡ്സിലേക്ക് വരുമ്പോഴേ, നെതർലാൻഡ്സ് ഇതാണ് യോഹാൻ ക്രൈഫിന്റെ കാലഘട്ടത്തിൽ റൊണാൾഡ് കോമൻ എന്ന് പറഞ്ഞ ഒരു കോച്ചാണ് കോച്ച്. പിന്നെ അതുപോലെ പിന്നെ വിക്കി വാഡിവൻ, നാഥൻ അക്കയുണ്ട്, ബുർജിൻ ഉണ്ട്, ഓലൊക്കെ പിന്നെ ഗോഡി ഗാക്പോയുണ്ട്, ഡിജോങ് ഉണ്ട്, റായൻ ഗ്രാവൻ ബർച്ച് ഉണ്ട്. പക്ഷെ ഓലൊക്കെ ഉണ്ടായിട്ടും നെതർലാൻഡ്സിന് ഇതുവരെ ഒരു കിരീടം നേടാൻ കഴിഞ്ഞില്ല. അത് ആര്യൻ റോബൻ ഉള്ള കാലഘട്ടത്തിലൂടെ നടന്നില്ല. അപ്പൊ നെതർലാൻഡ്സ് അതെ അപ്പൊ കിട്ടുന്ന ടീമാണ് നെതർലാൻഡ്സ്. ഇങ്ങനത്തെ പാസ്റ്റ് ഓൽക്കുണ്ട്. അപ്പൊ 2ാം റൗണ്ട് പൂർണ്ണമായി ചിത്രം തെളിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് പറയാം. ഈ ഏഷ്യൻ ടീമും ആഫ്രിക്കൻ ടീമും ഇത്തവണ ഗംഭീരമായ കുറച്ച് ജപ്പാൻ, മൊറോക്കോ. അതെ അതെ, അതൊക്കെ എങ്ങനെയാ കാണുന്നത്? മൊറോക്കോ കഴിഞ്ഞ പ്രാവശ്യം 3ാം സ്ഥാനക്കാരല്ലേ. മൊറോക്കോ ബ്രസീൽ സമയത്ത് തിളച്ച ടീമാണ്. ഞാൻ പറഞ്ഞാണ് മുഹമ്മദ് വഹാബിയാറിന്റെ കോച്ചാണ് ഇപ്പോൾ മൊറോക്കോന്റെ കോച്ച്. ഒരുപാട് മാറ്റം. മൊറോക്കോ ആഫ്രിക്കൻ ടീമാണ്. ഏത് ടീമിനെയും നേരിടാൻ കഴിവുള്ള ടീമാണ് ആഫ്രിക്കയിൽ നിന്ന്. പിന്നെ സെനഗലുണ്ട്, ടോപ്പ് മൊറോക്കോ ആയിട്ട് കാണുന്നത്. അപ്പം അതേമാതിരി ജപ്പാന് ഏഷ്യയിൽ നിന്ന് ശക്തമായ ടീമാണ് ജപ്പാൻ. ഇത് ആഫ്രിക്കയിൽ നിന്ന് ജപ്പാൻ ഇവർ രണ്ടാളും കറുത്ത കുതിരകളാണ് സാധ്യത കാണുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഏത് വരും? ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പിന്നെ അർജന്റീന ഉണ്ടല്ലോ, അർജന്റീന ബ്രസീൽ ഉണ്ടല്ലോ. ചെറിയ ടീമുകൾ ഇക്വഡോർ എന്ന് പറഞ്ഞാല് സ്ഥിരത ഉണ്ടാവില്ല. ഇപ്പൊ ഇന്നലെ പോലെ ലോക ചാമ്പ്യന്മാരെ മുൻ ലോക ചാമ്പ്യന്മാരെ ജർമ്മനിയെ പരാജയപ്പെടുത്തി. ശരി, നല്ല ഫോമിലാണ്. പക്ഷെ സ്ഥിരത ഉണ്ടായിട്ട് മുന്നോട്ട് പോകാനൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ കുറസാവ പോയല്ലോ, പുറത്തേയില്ല. കൊൽഗാഫിന്ന് പേറ്റ രാജ്യമാണ്. പിന്നെ അവിടുന്ന് പേറ്റ ടീമാണ് ആഫ്രിക്കയിൽ കെബർത്തെ. 5 ലക്ഷം ജനമുള്ളൂ, ഇവിടെ 1.5 ലക്ഷം ജനം. അപ്പൊ അതൊക്കെ അറിഞ്ഞാൽ നോക്കൌട്ടിലൊന്നും ഇപ്പൊ സ്ഥിരം ഉണ്ടാവില്ല. നോക്ക് സ്പെയിനെ സംബന്ധിച്ചോ ജമാൽ വില്യംസിനൊന്നും ഇറക്കി വിടാത്ത കാലത്തോടാണ് കേപ്പറത്തെ തലക്കാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ അത് നോക്കൌട്ട് വന്നവല്ല മുന്നോട്ട് പോകില്ല. പിന്നെ ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കോ എഴുതിയിരിക്കണം, സെനഗൽ, ഇവിടുന്ന് ഏഷ്യയിൽ നിന്ന് ജപ്പാൻ. ഈ 5 ലക്ഷം 1.5 ലക്ഷമുള്ള രാജ്യങ്ങൾ ഇങ്ങനെ വേൾഡ് കപ്പ് കളിക്കുന്നു, ഗംഭീരമായി കളിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവും അതിനേക്കാളും ജനങ്ങള്. നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ എന്താ വളരാത്തത്? നമ്മളെ നാട്ടിൽ വളരാത്ത ലോകത്തെ ഏറ്റവും ജനാധിപത്യ രാഷ്ട്രമാണല്ലോ ഇന്ത്യ. അപ്പൊ ലോകത്തെ ഏറ്റവും ജനാധിപത്യ ഇന്ത്യൻ രാഷ്ട്രമാകുമ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവുന്ന സംശയമുണ്ട്, ഉണ്ടാവും. കാരണം സ്വാധീനമുള്ളവരും കഴിവുള്ളവർക്ക് മറ്റൊരു സ്വാധീനമുള്ളവർ വിളിക്കുമ്പോൾ ടീമിലെടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ ഇന്ത്യ ഒരു ISL വന്നാൽ ഒരുപാട് മാറ്റം. ഇനി 34 സൗദി അറേബ്യയിലാണ് നടക്കാൻ ലോകകപ്പ് ഏഷ്യയിൽ. അപ്പം ഈ 48 രാഷ്ട്രമാണല്ലോ. അപ്പൊ ഏഷ്യയിൽ സീറ്റ് വർദ്ധിക്കുമ്പോൾ ഒരു ഇതൊക്കെ കളിക്കാം. 32-48 ടീമായിട്ട് പോലും നമുക്ക് കളിക്കാൻ പറ്റും. അതാണ് പ്രശ്നം. ഗവൺമെന്റ് 100% സപ്പോർട്ട് നൽകിയാൽ ക്രിക്കറ്റിന് അവിടെ പ്രാധാന്യം നൽകണം.
ഫുട്ബോളിന് പ്രാധാന്യം കൊടുക്കുന്നില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഗവൺമെന്റോട് പ്രോത്സാഹനം നൽകി നമ്മുടെ പിന്നെ ഗവൺമെന്റോട് പ്രോത്സാഹനം നൽകി നമ്മൾ രാഷ്ട്ര കളിക്കാൻ ഗവൺമെന്റ് പ്രോത്സാഹനം കൊടുക്കട്ടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഈ ISL ഇപ്പൊ നമ്മൾ 1ാം ഡിവിഷനാണ് ISL ഇപ്പോ കഴിഞ്ഞാണെന്നും TV ലൈവ് ഒക്കെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അതിനിപ്പോ മങ്ങിച്ചാണ് കിടക്കുന്നത്. അതാണ് ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോൾ പറഞ്ഞത് അങ്ങനെ ആയിട്ട് പോണത്. അപ്പോൾ ഇന്ത്യ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. 29 സ്റ്റേറ്റിൽ നിന്നും പല കഴിവുള്ള കളിക്കാരൊക്കെ വാർത്തെടുത്ത് ഇന്ത്യ കളിക്കാം. ഇന്ത്യ ഗവൺമെന്റിനോട് പ്രോത്സാഹനം നൽകണം. ഇപ്പൊ നമുക്ക് ഈ ലോകകപ്പിലൊക്കെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴേ ഇപ്പൊ നമ്മളെ പ്രധാനപ്പെട്ട ഇതിഹാസ താരങ്ങളൊക്കെ അവസാനം ലോകകപ്പായാലും റൊണാൾഡോ ആയാലും അപ്പോ ഡിബ്രോയിൻ ഒരുപാട് താരങ്ങളെ അവസാനം ലോകകപ്പാണ്. അടുത്ത ലോകകപ്പിലേക്ക് ഇവരൊക്കെ എങ്ങനെയായിരിക്കും സുബീർക്ക് മിസ് ചെയ്യാം? അല്ല ഒരു ടീം പറഞ്ഞ കാലാകാലം കളിക്കാറുണ്ടാവില്ലല്ലോ. ഓല് വിരമിച്ച് കഴിഞ്ഞാലും അർജന്റീന യോഗ്യത കിട്ടി. അർജന്റീന പിന്നെ ലോകകപ്പ് പഠിച്ചിപ്പോൾ നമ്മൾ അർജന്റീന എല്ലാ ആരാധകരും അതിനേതായ ടീമിന്റെ ആരാധകരായിട്ടുണ്ടാവും. ഇപ്പം വിരമിക്കുമ്പോൾ ഒരു പ്രായമാകുമ്പോൾ വിരമിക്കുമല്ലോ. അപ്പൊ യോഗ്യത കിട്ടാതെ നിൽക്കുമ്പോഴാണ് വേറെ ടീമിൽ ചാടല്. ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ച് പോർച്ചുഗൽ യോഗ്യത കിട്ടിയില്ല, അപ്പൊ ആരാധകർ വേറെ ടീമിലേക്ക് ചാടും. ഇപ്പൊ അർജന്റീനക്ക് യോഗ്യത കിട്ടിയില്ല, കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ചാടും. അല്ലാതെ ഈ സൂപ്പർ താരങ്ങൾ ഇല്ലെങ്കിലും വേൾഡ് കപ്പ് യോഗ്യത കിട്ടി ആ ടീമിന്റെ ആരാധകർ അപ്പൊ ആൾക്കാർ നിൽക്കുള്ളൂ ഉണ്ടാവും. അതുപോലെ ഈ ടീമുകൾ ഇപ്പൊ ഈ നമ്മുടെ നാട്ടിലേക്ക് നോക്കുമ്പോൾ ബ്രസീലിനും അർജന്റീനക്കും എങ്ങനെ എത്ര ഫാൻസ് വരാൻ കാരണം എന്നുള്ള ചിന്തിച്ചിട്ടുണ്ട്. പണ്ടത്തെ മറഡോണ മറ്റേ പെല പിന്നെ 58-ലും 62-ലും 70-ലും കാലഘട്ടത്തിലാണ് പെല കളിച്ചത്. പെല കുറെ ബാക്കില. മറഡോണ 94 വരെ അവസാനം അമേരിക്കൻ ലോകകപ്പിൽ വരെ കളിച്ച ആളാണ്. അപ്പൊ ഇവരൊക്കെ ആരാധനാണ്. മറഡോണയുടെ ആരാധന അർജന്റീന ലോകത്തൊക്കെ ഉണ്ടാകാൻ. പിന്നെ ഈ റോബർട്ടോ കാർലോസ്, പിന്നെ റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, കഫു പോലൊക്കെ കളിച്ച കാലഘട്ടമല്ല. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ചേക്കേറിന് ബ്രസീൽ. മറ്റേ 70-ലൊന്നും കുറെ മുമ്പല്ലേ ആ കുറെ പ്രായമുള്ളവര്. ഇപ്പൊ ചെറുപ്പക്കാര് അങ്ങനെ കുടിയേറി. അതാണ് ബ്രസീലിന് ഒപ്പം തന്നെ കണ്ടു തുടങ്ങുന്ന കാലത്ത് അവർക്ക് കിരീടങ്ങൾ 86-ല് അവസാനം പിന്നെ ബ്രസീൽ കപ്പ് ഉണ്ട്. 2002 ജപ്പാൻ കൊറിയ ലോകകപ്പില് പിന്നെ ഉണ്ടാകും ചെയ്യല്ലോ. പക്ഷെ അത്ര പ്രതീക്ഷിക്കണ്ട. ട്രോഫി നേടാനുള്ള കരുത്ത് പോരാൻ എനിക്ക് തോന്നുന്നില്ല. പൊതുവരെയുള്ള ഒരു ടീമിന്റെ ഒരു സാധ്യത വെച്ച് നോക്കുമ്പോൾ ആർക്കാണ് കപ്പടിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത? മികച്ച ടീം ഫ്രാൻസ്. ദസാംസിന്റെ നേതൃത്വത്തിലുള്ള ഫ്രാൻസ് ശക്തരാണ്. പിന്നെ അർജന്റീന ലയണൽ സ്കലോണി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും തന്ത്രശാലിയ കോച്ചാ. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ള കോച്ചാണ് ലയണൽ സ്കലോണി. അപ്പൊ മാർട്ടിനസ് ഗോൾ കീപ്പർ, മെസ്സി അസാധ്യമായ ഫോമിലാണ്. ഇനി ലോകകപ്പിൽ മെസ്സി ഉണ്ടാവുന്ന ഉറപ്പില്ലല്ലോ. അപ്പോൾ അർജന്റീന എഴുതി തള്ളണ്ട, സമ്മർദ്ദമില്ലാതെ അർജന്റീന കളിക്കുന്നത്. അങ്ങനെ നെതർലാൻഡ്സ് ശക്തരാണ്. അതുപോലെ ഇപ്പൊ ഈ സാധാരണ നമ്മൾ ഈ ലോകകപ്പ് ഫൈനലൊക്കെ ആകുമ്പോഴായിരിക്കും ടോപ്പ് സ്കോർമാരുടെ ലിസ്റ്റ് 5 ഗോൾ 6 ഗോളൊക്കെ എടുത്ത് ഗ്രൂപ്പ് റൗണ്ട് കഴിഞ്ഞപ്പോൾ 5 ഗോള് 4 ഗോളുകൾ. ഈ ലോകകപ്പില് ഗോൾഡൻ ബൂട്ട് ആർക്കായിരിക്കും കിട്ടുക? മെസ്സി ഫോമിലല്ലേ. പിന്നെ നെയ്മർ ഉണ്ട് ബാക്കിൽ. അപ്പൊ മെസ്സി റൊണാൾഡോ ആഗ്രഹിക്കുന്നു. മെസ്സി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. മികച്ച പ്ലെയർക്കുള്ള ഗോൾഡൻ ബോൾ ആയിരിക്കും കിട്ടുന്നതായിരുന്നാ? മെസ്സി ഫോമിലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലല്ല, നെയ്മർ ഇറങ്ങാൻ ചെയ്യില്ല. അപ്പൊ മെസ്സിക്കാണ് അർഹത. ഏറ്റവും വലിയ കളിക്കാരൻ എംബാപ്പെ തെരഞ്ഞെടുക്കാൻ സാധ്യത നോർമലിന്റെ മെസ്സി നേടട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. അർജന്റീന ആളാണ്. തലകെട്ടിലുണ്ടത്. സിനിമയിൽ അഭിനയിച്ച് ഈ മാസം ഇറങ്ങുന്ന ഒരു പറഞ്ഞ് ബോളാഗോളം. അത് പിന്നെ കൈലേഷ് അഖില് പറഞ്ഞ ആളാണ്. പിന്നെ യുനൈസ് പറഞ്ഞ ചങ്ങായി സംവിധാനം ചെയ്ത്. അപ്പൊ ഈ മാസം ഇറങ്ങും. കരുവാരെ കൊണ്ടുതീനി. അപ്പൊ ഫുട്ബോൾ സീനാണ്. ഞാൻ ഫുട്ബോൾ സീനാണുള്ളത്. ലഫ്രി ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോണ രംഗുണ്ട്. അങ്ങനെ എന്നാലും ഉണ്ടാവും. അപ്പൊ ഈ മാസം ഫുട്ബോൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശക്തി കൂടാനാകുള്ളൂ. ലോകകപ്പ് അവസാനിക്കുന്നവരെ നമ്മളെ കൂടെ തന്നെ വേണം, നമ്മളെ പ്രേക്ഷകരെ കൂടെ തന്നെ വേണം. എന്തായാലും ഒരുപാട് സന്തോഷം സുബൈർക്ക. അപ്പൊ സുബൈർക്കാക്ക് നമ്മുടെ റിപ്പോർട്ടർ കുടുംബത്തിന്റെ വക ഒരു സമ്മാനമുണ്ട്.